മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേക്ക് ഇന്ന് നിർണായക ദിവസം. ഏറെ കാത്തിരിപ്പിനൊടുവിൽ എംഎൽഎമാരുടെ അയോഗ്യതാ വിഷയത്തിൽ സ്പീക്കറുടെ വിധി ഇന്ന് 4 മണിക്ക്. എതിർ വിഭാഗം എംഎൽഎമാരെ അയോഗ്യനാക്കണമെന്ന ആവശ്യവുമായി ശിവസേനയിലെ ഇരുവിഭാഗങ്ങളും നൽകിയ ഹർജികളിലാണ് തീരുമാനം. മുംബൈയിൽ നിന്നും പ്രേംലാലുണ്ട്. പ്രേംലാൽ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെയും വിമത എംഎൽഎമാരുടെയും അയോഗ്യതാ വിഷയത്തിൽ സ്പീക്കർ ഇന്ന് വിധി പറയും. എതിർവിഭാഗം എംഎൽഎമാരെ അയോഗ്യരാക്കണമെന്ന ആവശ്യവുമായി ശിവസേനയിലെ ഇരുവിഭാഗങ്ങളും നൽകിയ ഹർജികളിൽ നിയമസഭാ സ്പീക്കർ 4 മണിയോടെ വിധി പറയുമെന്നാണ് സ്പീക്കർ രാഹുൽ നർവേക്കറുടെ ഓഫീസ് അറിയിച്ചത്. മുഖ്യമന്ത്രി ഷിൻഡെയും എംഎൽഎമാരും അയോഗ്യരാകുമോ എന്ന ചോദ്യത്തിനാണ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് വിരാമമിടുന്നത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ശിവസേനയെ പിളർത്തി ബിജെപി ചേരിയിലേക്ക് പോയ എംഎൽഎമാരെയും അയോഗ്യരാക്കണമെന്ന പരാതിയിലാണ് തീരുമാനം. ഷിൻഡെ സർക്കാരിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരിക്കും ഇന്നത്തെ വിധി. എംഎൽഎമാരെ അയോഗ്യരാക്കുന്നതിൽ സ്പീക്കറുടെ തീരുമാനം വൈകുന്നതിൽ സുപ്രീം കോടതി പലവട്ടം ഇടപെട്ടിരുന്നു. സ്പീക്കർ തീരുമാനം നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് ആരോപിച്ച് ഉദ്ധവ് വിഭാഗം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഡിസംബർ 31-നകം തീരുമാനമുണ്ടാകണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. പിന്നീട് 10 ദിവസം കൂടി സമയം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് സ്പീക്കർ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ സമയപരിധിയാണ് ഇന്ന് അവസാനിക്കുന്നത്. അയോഗ്യതാ വിഷയത്തിൽ അന്തിമ തീരുമാനം സ്പീക്കർക്ക് കൈമാറിയ സുപ്രീം കോടതി കാലതാമസത്തിന് സ്പീക്കർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. 2022 ജൂണിലാണ് ഷിൻഡെയും 16 എംഎൽഎമാരും ബിജെപിയുടെ പിന്തുണയോടെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തെ എതിർത്ത് വിമതരായി രംഗത്ത് വന്നത്. പിന്നീട് നടന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ 31 എംഎൽഎമാർ കൂടി ഷിൻഡെയോടൊപ്പം ചേർന്നതോടെ താക്കറെ സർക്കാർ നിലംപതിക്കുകയായിരുന്നു. ശരത് പവാറിനെ പോലുള്ള ശക്തരായ മുതിർന്ന നേതാക്കൾ കൂടെയുണ്ടായിട്ടും മഹാവികാസ് അഘാടി സർക്കാരിനെ രക്ഷിക്കാനായില്ല. സർക്കാർ വീഴുന്നതിന് മുമ്പ് തന്നെ ഷിൻഡെയോടൊപ്പം വിമതരായി രംഗത്ത് വന്ന 16 എംഎൽഎമാരെ അയോഗ്യരാക്കുവാനുള്ള നടപടികളുമായി ഉദ്ധവ് വിഭാഗം മുന്നോട്ട് വരികയും അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ അന്ന് സ്പീക്കറുടെ ചുമതല വഹിച്ചിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഹർജികൾ കേൾക്കാൻ അവകാശമില്ലെന്ന് വാദിച്ച് ഷിൻഡെ വിഭാഗം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്തായാലും ഏറെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് സ്പീക്കർ എടുക്കുന്ന തീരുമാനത്തിനായി കാതോർത്തിരിക്കുകയാണ് മഹാരാഷ്ട്ര. സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുമോ തുടങ്ങിയ ചർച്ചകൾ സജീവമാണ്.